ഹോസ്പിറ്റലിൽ നേരിട്ടെത്തി ചികിത്സ നേടാൻ മടിക്കുന്നവരുണ്ടോ? പരിഹാരമുണ്ട്. പ്രൈം ഹെൽത്ത് ഗ്രൂപ്പിൻ്റെ പ്രൈം ഹോം കെയർ സർവീസിനെ കുറിച്ചറിയാം. ഹെൽത്ത് ടോക്ക്. പ്രൈം ഹോം കെയർ എന്ന് പറയുന്നത് പ്രൈം ഹെൽത്ത് കെയർ ഗ്രൂപ്പിൻ്റെ ഒരു വെർട്ടിക്കലാണ്. അപ്പോൾ പ്രൈം ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ആസ് പ്രൈം ഹോസ്പിറ്റൽ, പ്രൈം മെഡിക്കൽ സെൻറ്റേഴ്സ്, പ്രൈം കോർപ്പ് ആൻഡ് മെഡിപ്രൈം ഫാർമസീസ്, വി ആർ സർവിങ് ദ സൊസൈറ്റി സിൻസ് ഓൾമോസ്റ്റ് 24 years. So we had always a plan of extending this to the home, especially for people എന്ന് വെച്ചാൽ പ്രായമായവർക്ക്, ഹോസ്പിറ്റലിലേക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ളവർക്ക്, വീട്ടിൽ ഡോക്ടറെ കാണാനോ നഴ്സിൻ്റെ ആവശ്യമുള്ളവർക്ക്, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു സർവീസിന് വേണ്ടി ഞങ്ങൾ ഹോം കെയർ തുടങ്ങണം എന്ന് ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 8 വർഷം മുമ്പ് ഇവിടുത്തെ ഒരു വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള റെസ്പെക്റ്റഡ് ഫാമിലി ഞങ്ങളെ അപ്രോച്ച് ചെയ്തിട്ട് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്കൊരു 3-4 nurses വേണം എന്ന് പറഞ്ഞു. So we just gave them 4 nurses, and from that time onwards we thought, why not just launch our home care, and that's how we started off our home care. But this idea was always in our mind, and the idea is to basically extend our services to the home, to bridge the gap. ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കോൾ സെൻറ്റർ ഞങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യും. പിന്നെ ഞങ്ങളുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതനുസരിച്ച് ടൈലർ മേക്ക് ചെയ്യും. ചിലർക്ക് ഡോക്ടർക്ക് ആവശ്യം ഉണ്ടായിരിക്കും, നഴ്സസിൻ്റെ ആവശ്യമായിരിക്കും, 12 hour 24 hour നഴ്സിംഗ്, ഇഞ്ചക്ഷൻസ് അറ്റ് ഹോം, ECG അറ്റ് ഹോം, പിന്നെ ജീറിയാട്രിക് കെയർ, പിന്നെ പോസ്റ്റ് നേറ്റൽ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഉള്ള കെയർ, ഇങ്ങനെയുള്ളതെല്ലാം ഉണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ളത്, സ്ട്രോക്ക് ആയവർക്ക്, ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ് അഡ്മിറ്റഡായി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഒരു 3-4 ദിവസം വി വിൽ ജസ്റ്റ് ടേക്ക് കെയർ ടിൽ ദ ടൈം ദ പേഷ്യൻ്റ് ഈസ് ഏബിൾ ടു ടേക്ക് കെയർ ഓഫ് ദംസെൽവ്സ്. ഇങ്ങനെ ഞങ്ങൾക്ക് കുറേ പേഷ്യൻറ്റുകളുണ്ട്. ഞങ്ങളൊരു 30-40 ഫാമിലീസ് 24 hours നഴ്സിങ്ങിൽ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിപ്പം ദുബായിൽ ഷാർജ, അജ്മാൻ അതുവരെ ഉള്ളൂ. വേറെ എമിറേറ്റ്സിൽ ഇപ്പോൾ തൽക്കാലം ഇല്ല. ഞങ്ങൾക്കൊരു 75-80 സ്റ്റാഫുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഡോക്ടറുണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റുണ്ട്, ടെക്നീഷ്യൻസുണ്ട്, ഫ്ലിബോട്ടമിസ്റ്റുണ്ട്, ഡ്രൈവേഴ്സുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി ഏകദേശം ഒരു 80-85 സ്റ്റാഫുണ്ട് ഞങ്ങൾക്ക് എൻക്വയറി വന്ന ഉടനെ അത് ഞങ്ങളുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിന് പോകും. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രജിസ്റ്റേർഡ് ട്രെയിൻഡ് നഴ്സാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു അസസ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഇൻഷുറൻസിൽ നിന്ന് പേഷ്യൻറ്റ് വന്നാലും സെൽഫായിട്ട് പേഷ്യൻറ്റ് വന്നാലും ഞങ്ങളുടെ ഡോക്ടറും ഒരു രജിസ്റ്റേർഡ് നഴ്സും അവരുടെ വീട്ടിൽ പോയി അവരെ കണ്ട് അവരെ കംപ്ലീറ്റ് ആയിട്ട് അസസ്മെൻറ്റ് ചെയ്യും. അവരുടെ മെഡിക്കൽ കണ്ടീഷൻ, അവരുടെ ഡ്രഗ് ഹിസ്റ്ററി, അവരെന്തൊക്കെ മരുന്നാണ് എടുക്കുന്നത്, അതിനനുസരിച്ച് അവർക്ക് എന്താണ് ആക്ച്വലി ആവശ്യം, അതനുസരിച്ച് വി ടൈലർ മേക്ക് എ പാക്കേജ് ഓർ വി ഡു എ കൺസൾട്ടേഷൻ ആൻഡ് വാട്ട് എവർ ഇസ് റിക്വയർഡ് അറ്റ് ഹോം. വി ഈവൻ do medications as home delivery also. അപ്പോൾ ഇഞ്ചക്ഷൻ, മെഡിക്കേഷൻസ്, everything is possible.